ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നഗരങ്ങളിലെല്ലാം ഇപ്പോൾ ഗ്യാസ് പൈപ്പിലൂടെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തേക്ക് ഇത് പടരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് ഈ മിയാവാക്കി വനങ്ങളുടെ പ്രസക്തി. സ്വാഭാവിക ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അടിക്കടി ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആഴം കുറയ്ക്കാനും ഇത് പടരുന്നതിൻ്റെ വേഗം കുറയ്ക്കാനും മിയാവാക്കി മാതൃകാ വനങ്ങൾ സഹായിക്കുമെന്നാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ഈ വീഡിയോ കഴിയുന്നത്ര ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമ്മുടെ ഈ ബ്രഹ്മപുരത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായി. അവിടെ മറ്റേ വിഷവാതകങ്ങൾ, പ്ലാസ്റ്റിക് കത്തിയവാതകങ്ങൾ അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനോട് അനുബന്ധിച്ച ഒരു കാര്യമാണ് മിയാവാക്കി മാതൃകയിൽ ഇതിനെന്താണ് പരിഹാരം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാനിവിടെ താമസിക്കുന്നതിനടുത്ത് ഒരു സ്ഥലമുണ്ട്. ഏകദേശം എത്ര ഏക്കറുണ്ടെന്ന് എനിക്കറിയില്ല, വളരെ വലിയൊരു പറമ്പാണ്. അവിടെ ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങളെല്ലാം വെട്ടിമാറ്റി. ഇപ്പോൾ എവിടുന്നോ ഒന്ന് വെട്ട ഒരു കള, ഒരു പയറാണ്, ഒരു കാട്ടുപയറാണ്. അത് ആ പ്രദേശം മുഴുവൻ പടർന്നു കയറി. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളെയും കൂടെ നശിപ്പിച്ച് അത് ഒരു വലിയൊരു ഏരിയ മുഴുവൻ ഇത് കടന്നു നിൽക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കാട്ടുപയർ വേറെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വയനാട് ജില്ലയിൽ ഫോറസ്റ്റ് കാടുകൾ തന്നെ, യഥാർത്ഥ കാട് തന്നെ 2-3 സ്ഥലത്ത് 10-50 ഏക്കർ ഈ പയർ റബ്ബർ തോട്ടത്തിൽ നിന്ന് പടർന്നു കയറി കാടില്ലാതാക്കിയിട്ടുണ്ട്. ഇത് നശിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ കള നശിപ്പിക്കാനായിട്ട് ആളുകൾ വീഡിസൈഡ്സ് എന്തെങ്കിലും വിഷദ്രാവങ്ങളാണ് തളിക്കുന്നത്. അപ്പോൾ ഈ വിഷദ്രാവം തളിക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ ആ വിഷം ചേരുന്നു. അത് കഴിഞ്ഞ് നിങ്ങളവിടെ മരച്ചീനി ഇടുകയോ എന്തെങ്കിലും വാഴ നടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. മണ്ണിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രാണികൾ ഇല്ലാതെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷ സർക്കിളാണത്, ഒരു ദൂഷിത വലയമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പച്ചപ്പായിട്ട് കിടക്കുന്ന സ്ഥലം, ഇതിനടിയിൽ ഉണങ്ങിയ കരിയിലകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തീ പിടിച്ച് എങ്ങനെയാണ് തീ പിടിച്ചതെന്നറിയില്ല. കുന്നിൻ്റെ മുകളിലാണ് തീ പിടിച്ചത്. തീ താഴോട്ട് വരുന്നു. അപ്പോൾ ഞാൻ അതുവഴി പോകുന്ന സമയത്ത് ഫയർ എഞ്ചിനും ബോളൊക്കെ കണ്ട് നോക്കിയപ്പോൾ വലിയൊരു ഏരിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊക്കില്ല, കാരണം ഒരിടത്തും വെള്ളം കൊണ്ട് അത്രയും വലിയൊരു ഏരിയ എടുത്താനൊക്കില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ മാത്രം വെള്ളം ഒഴിച്ച് റബ്ബർ തോട്ടങ്ങളിലേക്ക് അടുത്തുള്ളതിലേക്ക് തീ പടരാതിരിക്കാനായിട്ട് അവരത് നിയന്ത്രിച്ചു. പക്ഷേ ആ പ്രദേശം മുഴുവൻ കത്തിപ്പോയി. കത്തിയെങ്കിലും ഈ കള കുറച്ച് ബാക്കി കിടപ്പുണ്ട്. ആ കള ഇനി വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ മൂടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഈ മിയാവാക്കി വനങ്ങളുടെ ഒരു പ്രയോജനം പ്രൊഫസർ മിയാവാക്കി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ഇത് നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ നഗരങ്ങളിലെ തീപിടുത്തങ്ങളെ നിയന്ത്രിക്കാനായിട്ടാണ്. നഗരങ്ങളിലെ തീപിടുത്തങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഇതുപോലെയുള്ള ഇതൊക്കെ അപകടത്തിൽ ചിലപ്പോൾ അറിയാതെ ആരെങ്കിലും തീപ്പെട്ടി വരച്ചിടുന്നോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കത്തിക്കുന്നോ ഒക്കെ ആവാം. അതൊന്നും നമുക്കറിയില്ല. അതെന്തോ എങ്ങനെ വേണമെങ്കിലും തീ പിടിക്കാം. ചവറുപൂനയ്ക്ക് തീ പിടിക്കാൻ തീ പടരാം, അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് ഒരാൾ സിഗരറ്റ് വലിച്ച് കത്തിച്ചാൽ ഇത് എങ്ങനെയാണ് ഈ പച്ചില ഉള്ള സ്ഥലത്ത് തീ വരുന്നതെന്ന് നമുക്ക് അറിയില്ല. കാട്ടിലെന്തായാലും ഇതുപോലെ തീ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും കാട്ടുതീ മനുഷ്യൻ തന്നെ ഇടാറുണ്ട് കാട് തെളിക്കാനായിട്ട്. അപ്പോൾ ഇത് കാട് മുഴുവൻ കത്തിത്തീരുകയും ചെയ്യും. അപ്പോൾ കാടിന് തീ പിടിക്കുമെങ്കിൽ പിന്നെ ഈ മിയാവാക്കി മാതൃകാ വനത്തിന് തീ പിടിക്കുകയില്ലേ എന്നൊരു സംശയവും കേൾക്കുന്നവർക്കുണ്ടാകും. കാരണം ആമസോൺ കാടുകൾ മുഴുവൻ കത്തിപ്പോയി. അതുപോലെ കാലിഫോർണിയയിൽ ദിവസങ്ങളോളം നീണ്ടുന്ന കാട്ടുതീ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ പിന്നെ എന്താണ് ഈ മിയാവാക്കി വനം കൊണ്ട് എന്താണ് പ്രത്യേകത എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നഗരങ്ങളിലെല്ലാം ഇപ്പോൾ ഗ്യാസ് പൈപ്പിലൂടെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുകയാണെങ്കിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പൈപ്പ് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന ഗ്യാസും മറ്റും ഇതിൽ തീ പിടിച്ച് പലയിടത്തും അങ്ങനെ ഭൂകമ്പ സ്ഥലങ്ങളിൽ പലയിടത്തും അഗ്നിബാധ ഉണ്ടാകാറുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എനിക്കതേക്കുറിച്ച് നേരിട്ടൊരു ധാരണയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഫാക്ടറികളിലും മറ്റും അപകടം ഉണ്ടാകുമ്പോഴും തീ പിടിക്കാറുണ്ട്. അപ്പോൾ ഈ തീ അടുത്ത ബിൽഡിങ് തൊട്ട് നഗരങ്ങളിലെ ഒരു പ്രശ്നം വെച്ചാൽ കെട്ടിടങ്ങൾ തൊട്ടെടുത്തിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തേക്ക് ഇത് പടരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് ഈ മിയാവാക്കി വനങ്ങളുടെ പ്രസക്തി. നമുക്കൊരു 3-4 വർഷം കൊണ്ട് ഒരു 30-40 അടി പൊക്കമുള്ള ഒരു ഗ്രീൻ വാൾ ഒരു ഫാക്ടറിക്ക് ചുറ്റുമായോ ഒരു വീടിന് ചുറ്റുമായിട്ടൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഈ മരം കൊണ്ട് മറ തീർത്താൽ ഉടനെ അവിടെ വീടിന് തീ പിടിക്കുകയല്ലെന്നല്ല. മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്നൊരു ക്ലോസ് നമ്മുടെ നിയമ പുസ്തകങ്ങളുണ്ട്. അതായത് നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുക. അപ്പോൾ ഒരാൾക്കൊരു അബദ്ധം പറ്റിയാൽ തന്നെ അയാളത് ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അയാൾക്ക് ഒരു കൺസെഷൻ, ഒരു ഇളവ് കൊടുക്കണം എന്നുള്ളതാണ് അയാളുടെ പ്രവൃത്തിക്ക്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു തീ പിടിച്ചാൽ ആ തീ അടുത്ത വീട്ടിലേക്ക് പടരാനുള്ള സമയം ഇടയ്ക്കൊരു ചെറിയ വനം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് മാറും. അതായത് 10 മിനിറ്റ് കൊണ്ട് അപ്പോൾ അടുത്ത വീടിന് തീ പിടിക്കേണ്ടത് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ടായിരിക്കും പിടിക്കുന്നത്. കാരണം ഈ പച്ചില കത്തി, ഈ മരം കത്തി അപ്പോഴേക്ക് വരുമ്പോഴേക്ക് ഇത് കെടുത്താനുള്ള സമയം അഗ്നിശമന സേനയ്ക്കുമൊക്കെ അതിനുള്ളൊരു സമയം കിട്ടും. അതാണ് ഈ നഗരവനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തയിടയ്ക്ക് ഇവിടെ ഒരു ഫാക്ടറിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അത് ആസിഡോ മറ്റോ സൂക്ഷിച്ചിരുന്ന ടാങ്കോ ഗ്യാസ് സൂക്ഷിച്ചിരുന്ന ഒരു ടാങ്കോ ആണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ആ പൊട്ടിത്തെറിച്ച ഘട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് അടുത്ത ഘട്ടത്തിലോട്ട് പടരുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 2 കെട്ടിടങ്ങൾക്കിടയിൽ ഒരു 15 അടി വീതിയുള്ള ഒരു ബെൽറ്റ് മരം വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലേക്ക് പടരാതെ, ഒന്ന് ഫ്യൂംസ് അങ്ങോട്ട് നേരിട്ട് പോകാതിരിക്കും, 2 ഈ തീ പിടിച്ച് വന്ന് അടുത്തതിലേക്ക് കടക്കാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അങ്ങനെ
ഒരു ചെറിയ പരിഹാരമാർഗ്ഗം എന്നുള്ള നിലയിലേ അതിനെ കാണാവുള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് മിയാവാക്കി വനം വെച്ചുകൊണ്ട് കാട് പിന്നെ തീപിടുത്തം ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മിയാവാക്കി മാതൃകാ വനത്തിന് പല പ്രയോജനങ്ങളുണ്ട്. ഒരു പ്രയോജനം ഇത്തരത്തിലുള്ള പ്രകൃതി ഈ സ്വാഭാവികമായിട്ടോ അസ്വാഭാവികമായിട്ടോ ഉണ്ടാകാവുന്ന അപകടങ്ങളെ പടരുന്നതിൽ നിന്ന് തടയാനായിട്ട് മിയാവാക്കി വനങ്ങൾക്ക് ഒരു പരിധിവരെ സാധിക്കും. ഇതിൽ ഞാൻ പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ഈ വേസ്റ്റാണ്. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും വേസ്റ്റ് കൂനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേസ്റ്റ് കൂനകൾ ഉണ്ടാകാൻ ഞാൻ നോക്കിയിട്ട് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ട്. പണ്ട് നമ്മൾ ഈ വീടുകളിൽ താമസിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ പറമ്പുണ്ടായിരുന്നു, ആളുകൾക്ക് കുറച്ചുകൂടെയൊക്കെ സമയമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കോഴിയെ വളർത്തുക, ഇതുപോലുള്ള ചില കാര്യങ്ങൾ വളരെയധികം ആളുകൾ ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, കോഴിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന പോലെയല്ല, കോഴി പറമ്പിൽ കൂടെ അലഞ്ഞു കിടന്ന് കിട്ടുന്ന സാധനം കഴിക്കുകയാണിത്. 2 കാക്കകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഈ രാവിലെ കുളിച്ചിട്ട് വഴിയെ തൊഴാൻ പോവുകയൊക്കെ ചെയ്യുന്ന പ്രായത്തിൽ അപ്പോൾ നമ്മുടെ ഈ ടെലിഫോൺ കമ്പികളിൽ കാക്ക ഇങ്ങനെ നിരന്നിരിക്കുന്ന ചിലടത്ത് കാണാം. ഒരു 10-100 കാക്ക ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഭക്ഷണത്തിലുള്ള വകുപ്പ് നോക്കി എന്തോ ചില കാരണങ്ങളാൽ അവിടെ ഭക്ഷണം വന്ന് വീഴാനുള്ള സ്ഥലമോ ഇപ്പോൾ ഹോട്ടലിൻ്റെ വേസ്റ്റ് കൊണ്ടിരുന്നോ ഇതുപോലുള്ള സ്ഥലമൊക്കെ ആയിരിക്കും. ഇപ്പോൾ കാക്കകളുടെ വലിയൊരു കൂട്ടം തന്നെ കാണാം. അതുപോലെ കാക്ക കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവഴി നടന്നു പോകുന്ന വഴി അവൻ നമ്മളെ ഞോണ്ടിക്കൊണ്ടിരിക്കും. കൊച്ചുകുട്ടികൾ ഒരു അപ്പമായിട്ട് മുറ്റത്ത് നിന്നാൽ അത് കാക്ക തട്ടിക്കൊണ്ട്, നമ്മുടെ ബാലസാഹിത്യത്തിലെ പാട്ടുകൾ തന്നെ വലിയൊരു വിഭാഗം ഈ കാക്ക അപ്പം കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ കാക്കയെ കാണാനില്ല, വളരെ അപൂർവമാണ്. ഞാനിപ്പോൾ ഇവിടെ പുളിയറക്കോടത്ത് വന്ന ശേഷമാണ് കാക്ക ഇത്ര വ്യാപകമായിട്ട് കാണുന്നത്. അടുത്ത ഒരു ഫ്ലാറ്റിൽ ഈ കോവിഡ് സമയത്ത് താമസിച്ചപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അവിടെ എൻ്റെ ഒരു സ്നേഹിത അതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവർ സ്ഥിരമായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. 14ാമത്തെ നിലയിൽ ജനലിൽ കൂടെ കാക്കയ്ക്ക് ദോശ കൊടുക്കും. കാക്ക ഒന്ന് ദോശ എടുത്തുകൊണ്ട് പോകും. ഈ കാക്കയുടെ അവരുടെയോ സമുദയദോഷം ഈ ദോശ വീണത് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെ തലയിലാണ്, ഈ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ. അപ്പോൾ അതോടെ സംഗതി ആകെ മാറി. അദ്ദേഹം അടിയന്തര യോഗം വിളിച്ചുകൂട്ടി മേലാൽ കാക്കപ്രേമികളെ ആരും ഇവിടെ താമസിപ്പിക്കാനൊക്കെ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും കാക്കയ്ക്ക് ഭക്ഷണം കിട്ടുന്ന നിന്നു. അപ്പോൾ പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് വലിച്ചു വാരി കളയുന്ന വേസ്റ്റ് മുഴുവൻ തിന്ന് തീർത്തുകൊണ്ടിരുന്ന ഈ കാക്കയാണ്. ഇത് 2 കാരണങ്ങളാണ്. ഒന്ന് പശുവിന് കൊടുക്കും, കോഴിക്ക് കൊടുക്കും, കാക്കയ്ക്ക് കൊടുക്കും. ഒന്നും ഇല്ലാത്ത കാക്കയ്ക്ക് ആരും കൊടുക്കുകയില്ല, തന്നെ കാക്ക തിന്നുന്നതാണ്. രണ്ടാമത്തേത്, ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് ഇട്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ പ്ലാസ്റ്റിക് കൂടുകളൊന്നുകൂടെ വേസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ കെട്ടി ഒരു കെട്ടൂടിയിട്ടാണ് വിടുന്നത്. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യാനുള്ള ഓക്സിജൻ അതിന് കിട്ടുന്നില്ല. എയറേറ്റഡ് അല്ലാതെ ഓക്സിജൻ ഇല്ലാതെ ഇവ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഇത് മൊത്തത്തിലൊരു ബോംബ് പോലെ അതിനകത്ത് ഈ വേസ്റ്റ് കിടന്ന് അളിഞ്ഞ് നാശമായിട്ട് അത് അതേപോലെ തന്നെ വാരിയെടുത്ത് വേസ്റ്റ് കൂട്ടുന്നിടത്ത് കൊണ്ട് ഡംപ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ വേസ്റ്റ് ഡിസ്പോസലിൽ ഓർഗാനിക് വേസ്റ്റിനെ അവനവൻ്റെ പറമ്പിൽ തന്നെ കളയാനുള്ള. ഇനി അതിനായിട്ട് ജനം ഒരു കോഴിയെ വളർത്തി, ഇപ്പോൾ ഫ്ലാറ്റിൽ കോഴിയെ വളർത്തണമെന്ന് പറയാനൊക്കില്ല. പക്ഷേ ഈ കാക്കയോ ഇതുപോലുള്ള ജീവികളോ തിന്നുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ കാക്ക എടുത്തുകൊണ്ട് പോയി ദൂരെ കൊണ്ടുപോയിട്ട് വൃത്തികേടാക്കും. പണ്ട് കിണറ്റി കൊണ്ടിടുമെന്നൊക്കെയുള്ളതാണ് പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊന്നുമുള്ള കാക്കയില്ല. കാക്ക ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും കാക്ക പൊതുവെ, കാരണം ഈ കിണറിൻ്റെ മുകളിൽ ഒരു നൂൽക്കമ്പി വലിച്ച് കിട്ടുമായിരുന്നു ഈ കാക്ക ഇരിക്കാതിരിക്കാനായിട്ട്. ഈ വെള്ളം കോരുന്ന പടിക്ക് മുകളിലാണ്. അതിലിരിക്കുമ്പോൾ കാക്ക ആടും. അതുകൊണ്ട് കാക്കയ്ക്ക് അവിടെ ഇരിക്കാനൊക്കില്ല. അങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത ആളുകളത് പരിഹരിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പ്രശ്നം, നമ്മൾ ഈ വേസ്റ്റ് ഇതേപോലെ തന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് ഡംപ് ചെയ്യുകയാണ്. അത് നഗരങ്ങളാകുമ്പോഴത്തേക്കും നഗരത്തിൽ നിന്ന് അകലെ വേണം. അപ്പോൾ ഇത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ ഏക്കർ കണക്കിന് സ്ഥലത്തെ പലതായിട്ട് വിഭജിക്കുകയും അതിനിടയിൽ ചെറിയ മിയാവാക്കി വനം, കാരണം ഒരു വർഷം വേസ്റ്റ് മാറ്റാൻ തന്നെ 50-100 കോടി രൂപ നഗരങ്ങൾ ചിലവാക്കുന്നുണ്ട്. 10-15 കോടി രൂപ മുടക്കി അവിടെ ഒരു 5-10 ഏക്കർ വരുന്ന മിയാവാക്കി വനം, അത് 5-10 ഏക്കറായിട്ടല്ല, നമ്മൾ ഈ ഡൽഹിയിലും മറ്റും റിപ്പബ്ലിക് ഡേക്ക് നോക്കുമ്പോൾ താഴെ പാത ഇങ്ങനെ കാണാവുന്നത് പോലെ ഇതിലെ ഇടയ്ക്ക് ഈ വലിയ വേസ്റ്റ് കൂമ്പാരങ്ങളെ മുഴുവൻ ചെറിയ ബ്ലോക്കുകളാക്കി തിരിച്ചുകൊണ്ട് ഇടയ്ക്ക് മരം വെച്ച് പിടിപ്പിക്കുകയും വണ്ടി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മിയാവാക്കി വനം തന്നെ ഇതിനിടയ്ക്കൂടെ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും. ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും 10-40 അടി പൊക്കത്തിൽ ഈ മരങ്ങൾ നിൽക്കും. അവിടെ നിന്ന് ഈ പക്ഷികൾ വന്നിരുന്നത്, ഈ പരുന്ത് പോലുള്ള പക്ഷികൾ വന്നിട്ട് ഈ വേസ്റ്റിൽ തിന്നാവുന്ന വേസ്റ്റൊക്കെ അവൻ തിന്നുകൊണ്ട് പോകും. ബാക്കി ഈ വേസ്റ്റ് എടുത്ത് മാറ്റുക. തീ പിടിച്ചാൽ തന്നെയും ഒരു ബ്ലോക്കിനെ തീ പിടിക്കുള്ളൂ. മൊത്തം തീ പിടിക്കുക എന്നുള്ളത് മുമ്പ് തന്നെ അത് കെടുത്താനുള്ള ഒരു ചാൻസ് കിട്ടും ബ്ലോക്കുകളായിട്ട് പോകുമ്പോൾ. അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനല്ല ആലോചിക്കേണ്ടത്, നമ്മൾ നാട്ടുകാരായ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കത് വിജയകരമായിരിക്കും തോന്നുന്നു. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയധികം പൈസ വേസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ചിലവാക്കുന്നുണ്ട്. ഒരല്പം പൈസ കൂടെ ചിലവാക്കിയാൽ ഈ ഒരു വലിയ ബ്ലോക്ക് നമ്മളിങ്ങനെ കൊണ്ട് വേസ്റ്റ് കൂട്ടുന്ന ഒരു ഡംപ് യാർഡ് ഉണ്ടാക്കുന്നതിന് പകരം അതിനെ നമ്മൾ പല കഷ്ണങ്ങളായിട്ട് തിരിച്ച് ചുറ്റും മരം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അപകടം, അതായത് ദിവസങ്ങളോളം നിന്ന് കത്തുക എന്നുള്ള തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അതുകൊണ്ട് നമുക്ക് സാധിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.